ഒരു യുദ്ധം, ഒരു കടലെടുക്ക്, ഒരു തീരുമാനം മാത്രം. ഇത് മൂന്നും ചേർന്നാൽ ലോകമെമ്പാടും ഗ്യാസ് വില കുത്തനെ ഉയരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു യുദ്ധം തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ പെട്രോൾ, ഡീസൽ വിലകൾ പെട്ടെന്ന് ഉയരുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ഒരു സാധാരണ കുടുംബം വരെ അടുക്കളയിലെ ഗ്യാസ് വില വർധനവ് അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു യുദ്ധം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയായിരിക്കാം, പക്ഷേ അതിൻ്റെ ആഘാതം നമ്മുടെ വീട്ടിലെ ചെലവുകൾ വരെ എന്തുകൊണ്ട് എത്തുന്നു? ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നത് ഗ്യാസിൻ്റെ വില വർധനവും ലോകത്തിലെ യുദ്ധങ്ങളും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്നാണ്. LPG ക്ഷാമം ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിച്ചെന്ന് പെട്രോളിയം മന്ത്രാലയം. 2 LNG കാർഗോ കപ്പലുകളിൽ ഉടൻ ഇന്ത്യയിലെത്തും. രാജ്യത്തെ ജനങ്ങൾ വലിയ തോതിൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം ഇന്ന് ലോകം പ്രവർത്തിക്കുന്നത് ഊർജ്ജത്തിന് മേലാണ്. കാറുകളും ട്രക്കുകളും ഓടിക്കാൻ, വിമാനങ്ങൾ പറത്താൻ, ഫാക്ടറികൾ പ്രവർത്തിക്കാൻ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ എല്ലാത്തിനും ആവശ്യമാണ് എണ്ണയും നാച്ചുറൽ ഗ്യാസും. ലോകത്തിലെ ഊർജ്ജ ഉപഭോഗത്തിൻ്റെ വലിയൊരു ശതമാനവും ഇന്നും ഈ 2 ഇന്ധനങ്ങളിലാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഒരു പ്രധാന കാര്യമുണ്ട്: ഈ ഇന്ധനങ്ങൾ ലോകമെമ്പാടും ഒരേ രീതിയിൽ ലഭ്യമല്ല. വലിയ എണ്ണ ഗ്യാസ് സംഭരണങ്ങൾ ചില പ്രത്യേക പ്രദേശങ്ങളിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മധ്യപൂർവ്വ പ്രദേശത്താണ്. സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ അല്ലെങ്കിൽ ഗ്യാസ് സംഭരണങ്ങളുള്ള രാജ്യമാണ്. ലോകത്തിലെ വിപണിയിലേക്ക് എത്തുന്ന എണ്ണയും ഗ്യാസും വലിയൊരു പങ്ക് ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ പ്രദേശങ്ങളിൽ ഒരു വലിയ യുദ്ധമോ രാഷ്ട്രീയ സംഘടനമോ ഉണ്ടാകുമ്പോൾ ആദ്യമായി ബാധിക്കുന്നത് എന്തായിരിക്കും? ഈ ഗ്യാസും എണ്ണയും ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ, എണ്ണ ഖനന കേന്ദ്രങ്ങൾ, ഗ്യാസ് പ്ലാന്റുകൾ, പൈപ്പ് ലൈനുകൾ, കടൽ മാർഗം പോകുന്ന ഓയിൽ ടാങ്കറുകൾ, ഇവയെല്ലാം യുദ്ധസമയത്ത് അപകടത്തിലാവും. ചിലപ്പോൾ ഉൽപ്പാദനം കുറഞ്ഞൊന്നും വരും, ചിലപ്പോൾ വിതരണ മാർഗങ്ങൾ തന്നെ തടസ്സപ്പെടും. അതായത് ലോക വിപണിയിലേക്ക് എത്തുന്ന എണ്ണയും ഗ്യാസും കുത്തനെ കുറയാൻ തുടങ്ങും. ലോകത്തെ എണ്ണ ഗതാഗതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, അതാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തിൽ ഏകദേശം 20% എണ്ണയും ഈ കടലിടുക്ക് വഴിയാണ് കടന്നു പോകുന്നത്. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചാൽ ഈ കടലിടുക്ക് തടയാനുള്ള ഭീഷണി ഉണ്ടാകും. അത് സംഭവിച്ചാൽ ലോക വിപണിയിലേക്ക് പോകുന്ന എണ്ണയുടെ വലിയൊരു ഭാഗം തടസ്സപ്പെടും. ഫലമായി ലോകത്തിലെ എണ്ണയും ഗ്യാസും വിലകളും കുത്തനെ ഉയരും. ഇവിടെ പ്രവർത്തിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ വളരെ ലളിതമായ നിയമമാണ്: സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഒരു സാധനം ലഭ്യത കുറയുമ്പോൾ അതിന് ആവശ്യക്കാർ കൂടുതലായാൽ വലിയ സ്വാഭാവികമായും വില ഉയരും. ലോകം ഇന്നും ഇന്ധനത്തിൽ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എണ്ണയുടെ ലഭ്യത കുറയുന്ന വാർത്ത പോലും വിപണിയിൽ വലിയ ഭയം സൃഷ്ടിക്കും. ഈ ഭയം വില കൂടുതൽ ഉയരാൻ വേണ്ടി കാരണമാകും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം റഷ്യ-ഉക്രൈൻ യുദ്ധമാണ്. റഷ്യ ലോകത്തിലെ വലിയ നാച്ചുറൽ ഗ്യാസ് കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് പോകുന്ന ഗ്യാസ് വിതരണം റഷ്യയിൽ നിന്നും വളരെ അധികമാണ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗ്യാസ് വിതരണം കുറയുകയും ലോകവിപണിയിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടാവുകയും ചെയ്തു. ഫലമായി ലോകമെമ്പാടും ഗ്യാസ് വില കുത്തനെ ഉയർന്നു. യൂറോപ്പിൽ മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇന്ധനവില വർദ്ധിച്ചു. ഇന്ത്യ ഒരു വലിയ ഇന്ധന ഇറക്കുമതി രാജ്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും ഗ്യാസും വലിയൊരു ശതമാനം വിദേശ രാജ്യങ്ങളിൽ നിന്നും വാങ്ങേണ്ടി വരുന്നു. അതുകൊണ്ട് ലോകവിപണിയിൽ വില ഉയർന്നു കഴിഞ്ഞാലും ഇന്ത്യക്കും അതേ വിലയ്ക്ക് വില ഉൽപ്പന്നം വാങ്ങിക്കേണ്ടി വരും. അതിനാൽ ലോകത്തിലെ യുദ്ധങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും നേരിട്ട് ബാധിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തെയാണ്. അതിനാൽ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും: പെട്രോൾ പമ്പിലെ വില ബോർഡ് വെറും ഒരു നമ്പറല്ല, ലോക രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ, റഷ്യ-ഉക്രൈൻ പോലുള്ള യുദ്ധങ്ങൾ, എണ്ണ വിതരണം കുറയ്ക്കുന്ന സാഹചര്യം, ഇവയെല്ലാം ചേർന്നാണ് നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില പോലും നിശ്ചയിക്കുന്നത്. ലോകം ഇന്നും ഒരൊറ്റ സാമ്പത്തിക ശൃംഖലയായി മാറിയിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന യുദ്ധം ലോകത്തിൻ്റെ മറ്റൊരു കോണിലെ സാധാരണ മനുഷ്യൻ്റെ ജീവിത ചെലവ് വരെ മാറ്റം കഴിയുന്ന കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ഇറ്റ്സ് മീ സേതുലാൽ സൈനിങ് ഓഫ്. ബൈ.